ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇനി ഈ വർഷത്തിൽ ഇങ്ങനൊരു ഞായറാഴ്ചയില്ല. അതുകൊണ്ട് മറ്റൊരു അന്തരീക്ഷം മാത്രമേ ആരാധനയ്ക്ക് കൂടി വരത്തുള്ളൂ. ഇത് മിസ് ചെയ്തവർക്കായി അവർക്ക് വേണ്ടി ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിക്കുന്നു. പങ്കെടുക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പൗലോസിൻ്റെ പ്രാർത്ഥനകളോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ 3 ആഴ്ചകൾ നാം ചിന്തിക്കുവാനിടയായി തീർന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ചിന്ത എബബ്രാസ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. എങ്കിലും ആ പ്രാർത്ഥന പൗലോസിൻ്റെ കൂടെ പ്രാർത്ഥനയാണ്. രണ്ടുപേരൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലെ നമുക്ക് ചിന്തിക്കാൻ. പ്രാർത്ഥിക്കുന്നത് എബബ്രാസ് ആണെങ്കിലും ചിന്തിക്കുന്ന ചിന്തകൾ പൗലോസിൻ്റെ അകത്തും ഈ പ്രാർത്ഥന ഉയരുന്നതായി കാണാൻ പറ്റും. അതിനകത്ത് 2 വിഷയം ഉണ്ടായിരുന്നു. നിങ്ങൾ തികയണം എന്നായിരുന്നു ഞാൻ നമ്മൾ സംസാരിച്ചത്. നിങ്ങൾ തികയണം. അതിനോട് ബന്ധപ്പെട്ട് എഫീസ്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം ഈ ആഴ്ച വായിക്കുകയാണ്. പൗലോസിൻ്റെ അതേ പ്രാർത്ഥന നമുക്ക് വായിക്കാം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ആമേൻ. എത്ര പേർക്ക് അറിയാം നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്? ആമേൻ പറഞ്ഞില്ല. നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എന്നിട്ടും ആമേൻ പറയാത്തതിനകത്തുണ്ട്. നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ലെസനൊന്നും വേണ്ടിയില്ലല്ലോ. നമ്മിൽ എന്ന് പറയാം. അടുത്തിരിക്കുന്ന ആളോട് പറയാം, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ. അതൊരു അത്യന്ത ശക്തിയാണ്. അത് മാനുഷ്യ ശക്തിയല്ല, മാനുഷികമായതല്ല, ദൈവികമായതാണ്. ഹല്ലേലൂയ. ഈ നാച്ചുറലായ നമ്മളെ സൂപ്പർ നാച്ചുറൽ റിലവുമായി ബന്ധിപ്പിക്കുന്നത് ഈ ശക്തിയാണ്. എൻ്റെ കൂടെ ഇല്ലേ നിങ്ങൾ? ഹല്ലേലൂയ. ഈ നമ്മുടെ പല പ്രാർത്ഥനാ വിഷയവും ഇന്ന് നടപ്പിലാകേണ്ടത് നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും അനുസരിച്ചല്ല എന്ന ഈ വിഷയം പറയുന്നത്. വചനം പറയുന്നത് നാം ചോദിക്കുന്നതിലും, എന്നോടൊപ്പം പറഞ്ഞാണ് നിങ്ങൾ ഈ വീടിനകത്തേക്ക് വന്നാൽ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ദൈവം ആഗ്രഹിക്കുന്നത് ഉയർന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചിന്തയല്ല, നമ്മുടെ ആഗ്രഹമല്ല, അതിൽ വലുതാണ്. തമിഴിൽ പറയുന്നതായിരിക്കും നല്ലത്. അതുക്ക് മേലാണ്. വലിയ കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയട്ടെ, രൂപൻ കഴിഞ്ഞ വർഷം ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ അല്ല ദൈവം നടത്തി തരാൻ ആഗ്രഹിക്കുന്നത്. Come on. ഹല്ലേലൂയ. ജോർജാൻ ആഗ്രഹിച്ചതോ ചോദിച്ചതോ അല്ല ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടുമായി ദൂത് ഞാൻ ആത്മാവിൽ അയക്കുകയാണ്. നിങ്ങൾ ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യന്തം വലുതായിട്ടുള്ളത് ദൈവം നിങ്ങളിലൂടെ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2ാമത്തെ ഒരു ഭാഗം അതിനകത്ത് കിടക്കുന്നത് ദൈവം ചെയ്തു തരുമെന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ് കഴിയുന്നത്. ഹല്ലേലൂയ. ആ ശക്തിയെ നിങ്ങളിൽ അനുവദിക്കുമ്പോഴാണ് അത് ചെയ്യാൻ കഴിയുന്നത്. ആമേൻ. ഞാൻ അതിനെ 2 കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഞാൻ ഇങ്ങനെ പറയും, നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ നിലവുകളെയും ഉയരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ആത്മാവ് തുണ നിൽക്കാൻ പോവുക. ഹല്ലേലൂയ. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് സംസാരിക്കുന്നത് മാനുഷികമായ നിലവാരത്തിൽ നമ്മൾ ഒതുങ്ങാതെ വണ്ണം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറ, ദൈവം എനിക്ക് എൻ്റെ ചിന്തകൾക്ക് അതീതമായുള്ളത് ഒരുക്കാൻ പോവുകയാണ്.
കമോൺ, മേരി ആൻറ്റി ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ദൈവം ഒരുക്കിക്കൊണ്ട് വരുന്നത് നാം ചിന്തിച്ചതോ നനച്ചതോ അല്ല. ഹല്ലേലൂയ. ചിന്തിച്ചതിനേക്കാളും നനച്ചതിനേക്കാൾ വലുതൊന്ന് ദൈവാത്മാവ്. കരം ഒന്ന് തട്ടി ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ആത്മാവിൽ 2026 തുറക്കാൻ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഈ പ്രവചനം നിവർത്തീകരിക്കാൻ 1 മിനിറ്റിൻ്റെ ഹല്ലേലൂയ സെക്കൻഡുകളുടെ നിമിഷങ്ങളുടെ അകത്തുള്ള സമയം മതി ദൈവത്തിന്. അത് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് ചെയ്യുവാൻ കർത്താവ് ശക്തിയുള്ളവനാണ്. അതിനായി കർത്താവ് സഹായിക്കട്ടെ. ഇനി ഈ പ്രാർത്ഥനാ വിഷയത്തിന്റെ അകത്തുള്ള ദൈവശബ്ദങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയല്ല പ്രാർത്ഥന, മുമ്പിലാണ് പ്രാർത്ഥന നടക്കുന്നത്. അതിന്റെ മുമ്പിലുള്ള പാരഗ്രാഫ് 14 മുതലാണ് തുടങ്ങുന്നത്. അതിന്റെ ആദ്യ ഭാഗം പറഞ്ഞ് ഞാൻ തുടങ്ങാൻ താല്പര്യപ്പെടുകയാണ്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പൗലോസ് അക്ഷരാർത്ഥത്തിലാണോ എന്നറിയില്ല, ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം താൻ കള്ളം പറയുന്നവനല്ല. ഹല്ലേലൂയ. അക്ഷരാർത്ഥത്തിൽ തൻ്റെ മുട്ടു മാത്രമല്ല, ഹൃദയം കൂടെ ദൈവസന്നിധിയിൽ കീഴടങ്ങി സമർപ്പിച്ചുകൊണ്ട് സർവ കുടുംബത്തിനും പേര് വരാൻ കാരണമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. അത് നിമിത്തം എന്ന ഭാഷ നമ്മൾ ഒന്നുകൂടെ പഠിക്കുമ്പോഴാണ് ഈ വിഷയം ഒന്നുകൂടെ തുറന്നു വരുന്നത്. എന്ത് നിമിത്തമാണ് അതിൻ്റെ 12ാമത്തെ വാക്യം നാം വായിക്കുമ്പം എന്ത് നിമിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഹല്ലേലൂയ. ഈ അത് നിമിത്തം എന്ന വാക്കിനെ ഒറ്റ വാക്യം പിടിച്ചാൽ 12ാം വാക്യത്തിൽ കിട്ടിയാൽ മതി. എൻ്റെ കൂടെ വന്നാൽ ഈ ആശയത്തെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നുകൊണ്ട് വരാം. ഇവിടുന്ന് തുറക്കണം. ആമേൻ. ഹല്ലേലൂയ. ധൈര്യവും പ്രവേശനവും ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ധൈര്യവും നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണം. ഹല്ലേലൂയ. ധൈര്യം വെളിപ്പെട്ടാൽ ചിലതൊക്കെ പ്രവേശിക്കും. ആമേൻ. ധൈര്യം വെളിപ്പെട്ടാൽ ആമേൻ. ധൈര്യം വെളിപ്പെടണം. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനാണ്, ജസ്റ്റിൻ എന്നാ പേര്. ഇത് കേൾക്കുന്നുണ്ടെന്നാ വിശ്വസം, അല്ലെങ്കിൽ അടുത്ത ദിവസം ഈ മെസ്സേജൊക്കെ കേൾക്കും. അദ്ദേഹത്തിന് ഭയങ്കര ആങ്സൈറ്റിയാണ്. ഒരു കാര്യം വെറുതെ ഇരിക്കാൻ നേരത്ത് കൈയുടെ വെള്ളയും കാലിന്റെ വെള്ളയൊക്കെ അങ്ങ് ഈ വിയർത്ത് ഭയങ്കര ഭയം ഉണ്ടാകും. എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പറയണം, മോനെ ഞാൻ നന്നാക്കി തരാൻ നിന്നെ ഉറപ്പായിട്ട്. കാര്യം നിന്നെ നന്നാക്കാനുള്ള വേർഡ് എൻ്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് നിമിഷങ്ങൾ സംസാരിക്കുവാനിടയായി തീർന്നു. ഈ ആഴ്ച വീട്ടിൽ വന്ന് കാണണം, അല്ലെങ്കിൽ സഭയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സഭയിലെ സഹശുശ്രൂഷകനാണ്. വ്യക്തിപരമായി താൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ആമേൻ. വളരാൻ കഴിയാതെ എവിടെയോ ചുരുങ്ങിക്കിടക്കുക. ഞാൻ പറഞ്ഞു, നിന്നെ നന്നാക്കാനുള്ള വേർഡ് ദൈവം എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിശ്വസിച്ചോണം, കർത്താവ് നിന്നെ നന്നായി നന്നാക്കാൻ അറിയാവുന്നതാണ്. അവൻ്റെ മേല് ഒരു ധൈര്യത്തിന്റെ ആത്മാവ് വന്നാൽ മതി, അവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാനൊരു ദൂതായിട്ട് പറ. ഹല്ലേലൂയ. ഈ എന്തുവാ, പലയിടത്തും പകച്ചു നിൽക്കുന്ന അന്തരീക്ഷം വിട്ടിട്ട് ധൈര്യത്തോടെ ഒന്ന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ ചിലത് സംഭവിക്കാൻ പോവാ. ആ വേടിനെ കയറി പിടിക്കുക. ഹല്ലേലൂയ. നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരുടെ കണ്ണുകൾക്കകത്ത് ഭയം കാണാതെ ഒരു മനുഷ്യൻ കടലാണോ എന്ന് നോക്കാതെ ചാടി ഇറങ്ങുമ്പോൾ അവൻ്റെ കാലിനെ ഹല്ലേലൂയ ആഴിയുടെ താഴേക്ക് കൊണ്ടുപോകാതെ പിടിച്ചു നിർത്തിയ ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. വെള്ളമാണോ താണു പോകുമോ? നോ. ഇന്ന് എൻ്റെ യേശുവാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ റെഡിയാണ്. ഹല്ലേലൂയ. പത്രോസിനെ 12 പേരിൽ 11 പേരിൽ നിന്ന് മുമ്പിലേക്ക് കൊണ്ടുവന്നത് തൻ്റെ തൻ്റെ ഹല്ലേലൂയ വിദ്യാഭ്യാസമായിരുന്നില്ല, മറിച്ച് തൻ്റെ അകത്ത് ചടുലതയായി പൊങ്ങി വന്ന വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. സ്നേഹത്തോടെ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാനേക്കാൾ എൻ്റെ കാല് കഴുകണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ താല്പര്യപ്പെട്ട മനുഷ്യൻ ഹല്ലേലൂയ സുന്ദരമെന്ന ഗോപുര നടയിൽ യോഹന്നാന് മുമ്പ് ആ മുടന്തനായ വ്യക്തിയുടെ കരങ്ങളിൽ കയറി പിടിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. മർക്കോസിൻ്റെ മാളികമുറിയിൽ തൻ്റെ തലയുടെ മേൽ പറന്നിറങ്ങി വന്ന ദൈവശക്തിയെ അതെന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ള വലിയ ആഗ്രഹം
ദൈവസ്നേഹത്തോടെ ആ മനുഷ്യന്റെ കൈ കയറി പിടിക്കുമ്പോൾ ഹല്ലേലൂയ വർഷങ്ങൾക്കകത്ത് ഹല്ലേലൂയ താണുപോയി ഒരുത്തനെ വിശ്വാസത്താൽ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. ഞാൻ വിശ്വാസത്താൽ ആ വാക്ക് നിങ്ങളുടെ മേലേക്ക് പകരുകയാണ്. ഹല്ലേലൂയ എവിടേക്കോ തകർന്നു പോയവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ധൈര്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ മുതൽ തുടങ്ങട്ടെ. ആമേൻ. ഇത് ഹോളി സ്പിരിറ്റിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഈ ധൈര്യത്തിന്റെ ആത്മാവിനെ ഇപ്പോൾ മുതൽ നിങ്ങൾ സ്വീകരിക്കുക. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ, പ്രാർത്ഥിക്കാൻ, ഹല്ലേലൂയ ഒരാള് വയ്യാതെ കിടക്കുമ്പോൾ ആളുടെ മേൽ തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഹല്ലേലൂയ തകർന്നു പോയവരുടെ കൂടെ നിൽക്കാൻ, നിനക്കൊരു ധൈര്യം വേണം. ആമേൻ. ആ സ്പിരിറ്റ് ഓഫ് ഫിയർ പൊട്ടിയാൽ നീ ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എഴുന്നേൽപ്പിക്കാൻ കാരണമാകുന്നത് ഒരു ധൈര്യത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അതിലേക്കൊക്കെ വരാം. ആമേൻ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അത് നിമിത്തം എന്ന ഭാഗം നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് 12-ാം വാക്യത്തിനകത്ത് അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വത്താൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകാതെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഞാനിപ്പോൾ ആമേൻ പറഞ്ഞത് ആ അധ്യായം വാക്യം മൊത്തം വായിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കുമ്പം താഴത്തെ വരി മേളിൽ കയറും. നമുക്ക് മനസ്സിലായില്ലല്ലേ? ഹല്ലേലൂയ. കണ്ണിനെവിടെയൊക്കെയോ മങ്ങലുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ വായിച്ചപ്പോൾ കൃത്യമായിട്ട് അത് വന്നു. ആമേൻ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. വയസ്സും പ്രായമൊന്നും ആയില്ല എങ്കിലും കണ്ണ് മങ്ങുന്നു അങ്ങനെ ഞാൻ പറയുന്നതിനകത്ത് കാര്യമില്ല. പക്ഷെ ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നന്നായി വരുന്നു. അധൈര്യപ്പെട്ടു പോകാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആമേൻ, ഒരു പ്രാഗൽഭ്യം ഈ ദേഹത്തിന് ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാര്യമാണ് ഈ അത് നിമിത്തം എന്ന വിഷയം തുറന്നു വരുന്നത്. ഞാൻ ഇപ്പോൾ മുട്ടുകുത്താൻ കാരണമായ ഒരു പ്രാഗൽഭ്യം എനിക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആ വിഷയം ഒന്ന് തുറക്കും. എൻ്റെ കൂടെ നിൽക്കണമേ. ഈ പ്രവേശനവും ധൈര്യവും എന്നൊക്കെ പറയുന്ന ഭാഗം വെറുതെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. ഇതിന് കാരണമായത് പൗലോസ് പറയാണ്, ജാതികളുടെ ഇടയിലേക്ക് ഞാൻ തുറന്നു വരുമ്പോൾ മറ്റുള്ള 11 ശിഷ്യന്മാർ അല്ലെങ്കിൽ 12 ശിഷ്യന്മാർ തെരഞ്ഞെടുക്കും. മത്തിയാസ് ഉൾപ്പെടെ 12 ശിഷ്യന്മാർ യെരൂശലേമിൽ, യഹൂദിയിൽ, ശമരയിൽ കർത്താവിൻ്റെ വേലയിലാണ്. അവർ യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. കുറച്ചുപേർ ശമരയിൽ, ഫിലിപ്പോസ് ഉൾപ്പെടെയുള്ളവർ ശുശ്രൂഷിക്കുന്നു. അടുത്തടുത്ത സഭകൾ ദമസ്കോസിലൊക്കെ ആരംഭിക്കുന്നുണ്ട്. ചെറിയ കൂട്ടങ്ങൾ ആരംഭിക്കുന്നുണ്ട്. വിവിധ മീറ്റിങ്ങുകൾ വലിയ സഭകൾക്ക് കാരണമാകുന്നുണ്ട്. പക്ഷേ യഹൂദന്മാരുടെ ഒരു കൂട്ടം മാത്രമാണ് സഭയിലേക്ക് വരുന്നത്. അതിനപ്പുറത്തേക്ക് ജാതികളിലേക്ക് തിരിയാൻ കാരണമാകുന്നില്ല. ദമസ്കോസിൽ നിന്ന് തർസോസിലേക്കും, തർസോസിൽ നിന്ന് ദൈവിക വെളിപ്പാടിനാൽ അറേബ്യൻ മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് കൊടുത്തൊരു വെളിപ്പാട് ആ ജാതികളോടുള്ള സുവിശേഷം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ ഇത് കൃത്യമായി പറയുന്നു, ഞാനൊരു വെളിപ്പാടനുസരിച്ചാണ് പോകുന്നത്. ഹല്ലേലൂയ. വെറുതെ പോകുകയല്ല, ഞാനൊരു വെളിപ്പാടനുസരിച്ചാണ് പോകുന്നത്. ജാതികളോട് സുവിശേഷം പറയുകയും ജാതികൾ സഭയിലേക്ക് വരുവാൻ തുടങ്ങിയപ്പോൾ അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ജാതികളെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അവരോട് താർക്കികമായി സംസാരിച്ചുകൊണ്ട്, നിങ്ങളിൽ പത്രോസിനോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നിന്നിൽ സുവിശേഷത്തിൻ്റെ സത്യമില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ ചലിപ്പിച്ചൊരു വാക്കാണ്. ഹല്ലേലൂയ. എന്ത് ധൈര്യത്തോടെയാണ് ഇങ്ങനെ ഒരു കാര്യം പൗലോസ് സഭയുടെ തൂണാകുന്ന പത്രോസിനോട് പറയുന്നത്. ബർന്നബാസ് തെറ്റിപ്പോകുന്ന നിലവാരത്തിൽ പത്രോസിന്റെ കയ്യിൽ നിന്നൊരു പിഴവ് സംഭവിക്കുമ്പോൾ ആ പിഴവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, നിന്റെ യുഗത്ത് നീ പറയുന്ന സുവിശേഷത്തിനകത്ത് സത്യമില്ല. ഹല്ലേലൂയ. നിന്റെ അകത്ത് സത്യമില്ല. അതുകൊണ്ട് നിന്റെ അകത്ത് സത്യമില്ല, നീ പറയുന്ന സുവിശേഷം സത്യമല്ല. കാരണം എന്താണ് ആ സത്യമല്ലെന്ന് പറയുന്നത്? ജാതികൾക്കും വേണ്ടിയാണ് ഈ സുവിശേഷം തുറന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിന് വേണ്ടി മാത്രമല്ല ഈ സുവിശേഷം തുറന്നു വന്നിരിക്കുന്നത്, ജാതികൾക്കും വേണ്ടിയാണെന്ന തിരിച്ചറിവിലേക്ക് എത്തേണ്ടതിനാണ്. യോപ്പയ്ക്കകത്തിരുന്നപ്പോൾ ദുപ്പട്ടി ഇറക്കിക്കൊടുത്ത് ജാതികൾക്ക് വേണ്ടിയുള്ള ആ സുവിശേഷത്തിന്റെ ശബ്ദം തുറന്നു കൊടുത്തിട്ടും പത്രോസ് അതിനുവേണ്ടി
കാതുകൊടുക്കാതെ വണ്ണം തൻ്റെ ഹൃദയത്തിൽ പരിമിതപ്പെട്ട് ഒരു കൂട്ടത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ ജാതികൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനായി പരീശനായിരുന്നിട്ടും തുറന്ന മനസ്സോടെ നിൽക്കുന്നവൻ്റെ ഉള്ളിൽ ഈ വെളിപ്പാട് നിറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ തുറന്നു വരുമ്പോൾ താൻ ജാതികളെ കുറിച്ചുള്ള തികഞ്ഞ രക്ഷയുടെ ബോധ്യത്തിലേക്ക് എത്തുകയാണ്. ആ ബോധ്യത്തിലേക്ക് എത്തുമ്പോൾ തനിക്ക് രക്ഷ യേശു കർത്താവിലൂടെ മാനവരാശിക്ക് വരാൻ പോകുന്ന രക്ഷയുടെയും ദൈവകൃപയുടെയും ദൈവമർമ്മങ്ങളുടെ മഹത്വം തനിക്ക് വെളിപ്പെട്ട് പറയുകയും ആ വെളിപ്പാടിനെ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വാക്യം തുറന്നു കൊണ്ടുവരുവാനിടയായി തീർന്നത്. ഞാൻ ഒന്നുകൂടെ പുറകോട്ട് പോകാം. ആമേൻ. ആദാമിൽ തുടങ്ങുന്ന ദൈവ പദ്ധതി, ആദാമിന്റെ അനുസരണക്കേട്. ആമേൻ. ഹല്ലേലൂയ. വാക്കിനെ ഒന്ന് പിടിക്കുന്ന നന്നായിരിക്കും. ആദാമിന് സംഭവിച്ച അനുസരണക്കേടാണ് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതിന്റെ പിന്നിലെ ചില പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ഞാൻ അതിനെ വെട്ടുകയാണ്. ആദാമിന്റെ അനുസരണക്കേടല്ല ഇപ്പോൾ വാഴുന്നത്, ക്രിസ്തുവിന്റെ അനുസരണമാണ് ഇപ്പോൾ വാഴുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഹല്ലേലൂയ. ഭൂമിയിൽ ഇപ്പോൾ ആദാമിന്റെ അനുസരണക്കേട് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വാഴ്ച നടത്തുന്നത് ആദാമിന്റെ അനുസരണക്കേടല്ല, ക്രിസ്തുവിന്റെ അനുസരണമാണ്. ഹല്ലേലൂയ. ഈ വീടിന്റെ കനം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു 10 പകല് പോയിരുന്ന് നന്നായി ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. ഇപ്പോൾ ഭൂമിയെ വാഴുന്നത് ആദാമിന്റെ അനുസരണക്കേടല്ല, ക്രിസ്തുവിന്റെ അനുസരണമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ നോക്കി നീ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോഴും കുറ്റം ചെയ്യുന്ന, ഇതൊക്കെ എങ്ങനെ എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനത് പറയാണ്. ഇപ്പോഴും കുറ്റം ചെയ്യുന്നവൻ ഓടി വന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവനോട് ഹല്ലേലൂയ നീ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ നേർക്കാഴ്ചയാണ് നാം കാണുന്നത്. യേശുവിന്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കൊണ്ടുവന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു കുറ്റക്കാരിയെ കൊണ്ടു നിർത്തിയിട്ട് ഈ ന്യായപ്രമാണം ഇവരെ കല്ലെറിയണമെന്ന് പറയുന്നു. മോശ കൽപ്പിച്ച, ഞങ്ങളുടെ നായകനായ മോശ കൽപ്പിച്ച ന്യായപ്രമാണം നിമിത്തം ഇവരെ കല്ലെറിയാൻ നിയമമുണ്ട്. നീ എന്ത് പറയുന്നു? നിന്നെയും കൂടെ കുറ്റം ചുമത്താൻ വേണ്ടി തന്നെയാണ് ഈ അനുഭവം എന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ട് യേശു ആ വാക്യത്തിനകത്ത് മിണ്ടാതിരിക്കുമ്പോൾ ഹല്ലേലൂയ മിണ്ടാതിരുന്ന വാക്കിനപ്പുറം യേശു ഒരു വാക്ക് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളിൽ കല്ലെറിയട്ടെ എന്നൊരൊറ്റ വാക്ക്. ഹല്ലേലൂയ. ആ വാക്ക് അവളുടെ മേലുള്ള കുറ്റം അവർക്ക് ചുമത്താനോ കല്ലെറിയാനോ പറ്റാത്ത രീതിയിൽ അവളുടെ മേലൊരു വിടുതലുണ്ടായി. ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ വരുന്ന ഒരാളുടെ മുമ്പിൽ ഹല്ലേലൂയ കുറ്റത്തെ നിലനിർത്താൻ കഴിയാത്ത രീതിയിൽ ഒരു നീതിയുടെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കാം. ഹല്ലേലൂയ. മുണ്ടക്കയത്തിൻ്റെ മേൽ ഹല്ലേലൂയ ഈ അനുസരണക്കേടിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം അല്ല, ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട നീതി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആ വാക്യത്തെ തുറന്നു കൊണ്ടുവന്നാൽ ഹല്ലേലൂയ ഇപ്പോൾ ഇവിടെയുള്ള വ്യക്തികളുടെ മേൽ ഹല്ലേലൂയ ആദാമിൻ്റെ മേൽ വെളിപ്പെട്ട അനുസരണക്കേടിൻ്റെ ആത്മാവിന് പകരം ക്രിസ്തുവിൻ്റെ മേൽ വെളിപ്പെട്ട അനുസരണത്തിൻ്റെ ആത്മാവ് വെളിപ്പെടട്ടെ. തെറ്റിയോ? ആദാമിൻ്റെ മേൽ വെളിപ്പെട്ട ഹല്ലേലൂയ അനുസരണക്കേടിൻ്റെ ആത്മാവിന് പകരം ക്രിസ്തുവിൽ വെളിപ്പെട്ട അനുസരണത്തിൻ്റെ ആത്മാവ്. നല്ല ഹല്ലേലൂയ പറയണം, നല്ല ഹല്ലേലൂയ പറയണം. ഈ വിടുതൽ എന്താണെന്ന് നിങ്ങൾക്ക് വേറെ മനസ്സിലാകാത്ത 1-2 തവണ ഒന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി, ചിലരുടെ ലൈഫിനകത്ത് അസാധാരണ മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന അനുസരണക്കേടിൻ്റെ ആത്മാവിനെ ശാസിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വെളിപ്പെട്ട അനുസരണം ജനങ്ങളുടെ മേൽ, സഭയുടെ വ്യക്തികളുടെ മേൽ യേശു നിമിത്തം വെളിപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ അനുസരണക്കേടിൻ്റെ ആത്മാവ് വലിയ പ്രശ്നമാണ്. അത് വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യക്തിയിലാണെങ്കിലും ഹല്ലേലൂയ ലൈഫ് കളയുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. പക്ഷേ വിശ്വസിക്കുന്നവൻ്റെ മേൽ അനുസരണക്കേടിൻ്റെ ആത്മാവിനെ അല്ല അനുവദിക്കേണ്ടത്. വിശ്വസിക്കുന്നവൻ്റെ മേൽ ഹല്ലേലൂയ അനുസരണക്കേടിൻ്റെ ആത്മാവല്ല, അനുസരണത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഈ വിശ്വാസവും അനുസരണവും ഏതനിൽ മുതൽ കാണാൻ പറ്റും. ദൈവത്തെ അവിശ്വസിക്കുന്നത് കൊണ്ടാണ്
അനുസരണക്കേടിലേക്ക് ആദാം പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ, ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിച്ചിരുന്നെങ്കിൽ ആദാം അനുസരണക്കേടിലേക്ക് പോവില്ലായിരുന്നു. എൻ്റെ വിഷയം അതല്ല. ഞാൻ ആ ദൈവ പദ്ധതിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ദൈവം അബ്രഹാമിൽ റീപ്ലാന്റ് ചെയ്യാണ്. ആദാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന പ്ലാൻ ദൈവം അബ്രഹാമിൽ പുനർസൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ്, ഇന്നലെ വൈകിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ അങ്ങ് തട്ടി ഉണർത്തുവാനിടയായി തീർന്നു. എന്ത് കണ്ടിട്ടാണ് ആദാമിന് തെറ്റിപ്പോയ ആ ദൈവ പദ്ധതി അബ്രഹാമിലൂടെ അവതരിപ്പിക്കുന്നത്? ഞാൻ ഇങ്ങനെ അറിയാം, തികഞ്ഞ പരാജയം നിൽക്കുന്ന ഒരു വ്യക്തി കുടുംബത്തിനകത്ത്, ഹല്ലേലൂയ, തൻ്റെ സഹോദരങ്ങളുടെ ചുറ്റുപാടുകളെ പരിശോധിക്കുമ്പോൾ ആ കുടുംബത്തിനകത്ത് ഒരു പരാജിതനാണ് അബ്രഹാം. ആമേൻ. കുടുംബത്തിൽ തികഞ്ഞ പരാജിതനാണ്. ഹല്ലേലൂയ. വ്യക്തിപരമായി താൻ പരാജിതനാണ്, തലമുറകളുള്ള ബന്ധത്തിൽ പരാജിതനാണ്, സമ്പത്തിനോടുള്ള വ്യക്തിത്വത്തിൽ പരാജിതനാണ്. പക്ഷെ പരാജിതനായി നിൽക്കുന്ന ഒരുവനെ നോക്കി പറയുകയാണ്, ഞാൻ നിന്നെ വിജയിപ്പിക്കാൻ പോവാണ്, ഞാൻ അബ്രഹാമിനെ വിട്ടു നിങ്ങളെ പിടിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് ആരെങ്കിലും പരാജിതനായി നിൽക്കുന്നെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, നീ ജയിക്കാൻ പോവുക. നിങ്ങളിത് പിടിക്കുന്നില്ല. ഇത് ഈ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷ കൈമാറുകയാണ്. പരാജിതനെ നീ പരാജയപ്പെടാനല്ല, നിനക്ക് വേണ്ടി ഒരു കർത്താവ്, ഹല്ലേലൂയ, അനുസരണത്തോടെ ക്രൂശിൽ കയറിയത് നീ ജയിക്കാൻ വേണ്ടിയാണ്. നിന്റെ ജയം അനിവാര്യമായി അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിന്റെ ലൈഫിനകത്ത് ഇത് വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുക. കരമടിച്ച ആ ദൂതിനെ സ്വീകരിക്കുക. പരാജിതപ്പെട്ട മേഖലകൾക്കകത്ത് ജയം ഒളിഞ്ഞിരിക്കുകയാണ്. ദൈവം അത് നിന്റെ മേൽ വെളിപ്പെടുത്തട്ടെ. അബ്രഹാം എന്ന വ്യക്തിയെ ദൈവം വിളിക്കുന്നു. അബ്രഹാമിലൂടെ അബ്രഹാമിൻ്റെ അനുസരണം വിശ്വാസമായി വെളിപ്പെടുകയും അങ്ങനെ ഒരു ജനത പുറത്തു വരികയും ചെയ്യുന്നു. ഇസ്രായേൽ എന്നൊരു ജനത്തെ കൊണ്ടുവരുന്നു. അബ്രഹാമിലൂടെ ആ വാഗ്ദത്തത്തിൻ്റെ, ആ ദൈവ പദ്ധതിയുടെ നിർമ്മിത പ്രവർത്തികളെ കാണുന്നു. ഹല്ലേലൂയ. ആ ഇസ്രായേൽ എന്ന ജനം തുറക്കുന്നു. ഇസ്രായേൽ ജനത്തിലൂടെ, ഹല്ലേലൂയ, കൃത്യമായി ക്രിസ്തുയേശു വരാൻ വേണ്ടി യഹൂദൻ എന്നൊരു ഒരു ജനതയെ മാത്രം പുറത്തെടുക്കുന്നു. അതിലൂടെ യേശു കർത്താവ് വരികയാണ്. യേശു കർത്താവിലൂടെ ഈ പൗലോസ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ള വാക്ക് പ്രവൃത്തി പോലെ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ആ ക്രിസ്തുയേശുവിലൂടെയുള്ള രക്ഷ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. ആ രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. അവങ്കൽ ആശ്രയിച്ചിട്ട് ഒരു വലിയ തലമുറകൾക്ക് അവനിൽ ആശ്രയിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ പരാജയപ്പെട്ട് കിടക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദേവാലയത്തിൽ വരുമ്പോൾ പോലും വർഷത്തിൽ ഒരിക്കൽ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഈ പ്രാഗൽഭ്യം അവർക്കുണ്ടായിരുന്നില്ല. ആമേൻ. ധൈര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല, പ്രവേശനം അവർക്കുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ പറയുകയാണ്, അവങ്കൽ ആശ്രയിച്ചിട്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ അനുസരണം നിമിത്തമായി അവങ്കൽ ആശ്രയിച്ചിട്ട് നമുക്ക് വിശ്വാസത്താൽ ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ അനുസരണം മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ധൈര്യം വെളിപ്പെടും. ഹല്ലേലൂയ. അവർക്ക് പ്രവേശനമുണ്ട്. എങ്ങനെയാണ് ഈ ധൈര്യവും പ്രവേശനവും ഉണ്ടാകുന്നത്? ഈ ധൈര്യവും പ്രവേശനവും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ അകത്തുണ്ടാകുന്നത് നാം താഴെ വായിച്ച വാക്യം പ്രതി തന്നെയാണ്. ഹല്ലേലൂയ. ഇതിനെല്ലാം കാരണമാകുന്നത് നമ്മുടെ അകത്ത് വെളിപ്പെട്ട ആത്മാവിനാലാണ്. ആമേൻ. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു ഭൂമിയിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് നിൽക്കുകയല്ല നമ്മൾ, മറിച്ച് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ആ ക്രിസ്തു വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ മരിച്ചവരോടല്ല ഞാൻ ശുശ്രൂഷിക്കുന്നത്, ജീവനോടുള്ളവരോടാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ, ഹല്ലേലൂയ, വിശ്വാസമുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അകത്ത് അറിയാതെ ഒരു അനുസരണമുണ്ട്. ഹല്ലേലൂയ. ഇനി അകത്ത് അനുസരണം ഇല്ലെങ്കിൽ വിശ്വാസം അവിശ്വാസമായി തീരും. ഹല്ലേലൂയ. കാരണം ഇവിടെ പറയുന്ന വാക്കിതാണ്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ധൈര്യമുണ്ട്. എന്തിനു വേണ്ടിയാ ധൈര്യമുള്ളത്? എന്തിനു വേണ്ടിയാ ധൈര്യമുള്ളത്? അവങ്കൽ ആശ്രയിക്കാൻ ഒരു നിങ്ങൾക്കില്ലേ? ക്രിസ്തുയേശുവിൽ ആശ്രയിക്കാൻ ഒരു ധൈര്യം.
നേരത്തെ അതുണ്ടായിരുന്നോ? ഇല്ല. കുഞ്ഞാടിന്റെ രക്തം ഉള്ളവർക്ക് മാത്രം, കുഞ്ഞാടിന്റെ രക്തം എവിടെ തളിക്കപ്പെടുന്നു അവിടെ മാത്രം കിട്ടുന്ന ഒരു പ്രാഗൽഭ്യമുണ്ട്. ഓ ഹല്ലേലൂയ. ഞങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതാണോ? കുഞ്ഞാടിന്റെ രക്തത്തിലുള്ള പ്രാഗൽഭ്യം. ഇത് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞൊരു സന്ദേശം പോലെ ഹല്ലേലൂയ, ഈ പ്രാഗൽഭ്യത്തിന്റെ ഇതിന്റെ വിടുതൽ വ്യാപരിക്കുന്ന വ്യത്യസ്ത തലങ്ങളിലാണ്. വളരെ സുരക്ഷതയോടെ കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിമേൽ തൂക്കപ്പെട്ടത് കൊണ്ട് അകത്ത് സുരക്ഷതയോടെ ഇരിക്കുന്ന ഒരു ജനമുണ്ട്. പുറത്ത് നിലവിളി ഉണ്ടാകുമ്പോൾ അകത്ത് സുരക്ഷതയോടെ ഇരിക്കുക. എന്താണ് അതിന്റെ പിന്നിലെ കാരണം? ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ രക്തം. ഇനി ഞാൻ പറയാം, അകത്തിരിക്കുന്നവരുടെ പ്രാഗൽഭ്യം എന്താണ്? പുറത്തൊരു രക്തയിരിപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മേൽ സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. ഇപ്പോഴും കറയില്ലാത്തൊരു രക്തമുണ്ട്. ഹല്ലേലൂയ. ആ രക്തമാണ് നിന്റെ പ്രൊട്ടക്ഷൻ. ആ രക്തമാണ് നിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപയുടെ മഹത്വം. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിൻ്റെ മേലൊരു നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? ഹല്ലേലൂയ. ഇത് ഒരു ജനറേഷന്റെ തുറന്നു വരവിന് കാരണമായി തീരും. ആ ധൈര്യത്തോടൊരു ജനറേഷൻ കയറി വരാനൊരു കാരണമാണ്. ഹല്ലേലൂയ. എൻ്റെ അകത്തൊരു ദൂത് കയറി വരുന്നു. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ഉപേക്ഷിക്കപ്പെട്ട ജനം, ഹല്ലേലൂയ, കാലഘട്ടങ്ങൾക്കകത്ത് തള്ളപ്പെട്ട് ജാതികളുടെ പേരുകളിൽ കേക്ക് മാറിപ്പോയി നിന്ന ജനത്തിന് ഒരു പേര് കൊടുക്കാൻ ദൈവം തയ്യാറാകുകയാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, സർവ്വ കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുകയാണ്. ഏതൊക്കെയോ ജാതിയുടെ പേരിനകത്തേക്ക് ഒതുങ്ങിപ്പോയ നിനക്ക് ഇവിടേക്ക് പ്രവേശനം സാധ്യമായി തീരുന്നത്, ഇവിടേക്ക് കയറി വരാൻ ധൈര്യമായത് കാരണമായി തീരുന്നത് ഒരനുസരണമാണ്. കുഞ്ഞാടിന്റെ രക്തത്തിലുള്ള അനുസരണം. ഹല്ലേലൂയ. ഇത് നന്നായി ധ്യാനിച്ചാൽ അവിടെ പൊട്ടും സകല പാപവും. ഹല്ലേലൂയ. ഇത് നന്നായി ധ്യാനിച്ചാൽ അവിടെ പൊട്ടും സകല ശാപവും. ഇത് നന്നായി ധ്യാനിച്ചാൽ അവിടെ പൊട്ടും നിന്റെ രോഗം. ഹല്ലേലൂയ. നന്നായി ധ്യാനിച്ചാൽ അവിടെ പൊട്ടും നിന്റെ ബലഹീനത. ഇന്ന് പകലും നീ എവിടെയൊക്കെയോ പരിമിതമായി കിടക്കുന്നുവെങ്കിൽ ആ പരിമിതമായ സ്ഥലത്ത് നിന്നെ വലിച്ചുകൊണ്ട് ഒരു നല്ല പ്രവേശനം നിനക്ക് നൽകുന്ന ഒരു വിശാലമായ സ്വാതന്ത്ര്യം ദൈവം നിനക്ക് ഈ വാക്യത്തിലൂടെ അനുവദിക്കുക. ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. കുഞ്ഞാടിന്റെ രക്തത്തിൽ നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക. കാരണം എന്താണെന്നറിയാവോ? കുഞ്ഞാടിന്റെ രക്തം നിനക്ക് നൽകുന്ന പ്രവേശനം, ഹല്ലേലൂയ, ആദാമിന് കിട്ടിയതിനേക്കാൾ വലിയതൊരു സുരക്ഷതയാണ്. എന്താണ് ആദാമിന് കിട്ടിയത്? നിന്നെ വാഴിക്കാനായിട്ട് സ്ഥലത്ത് നിർത്തിയപ്പോൾ നീ അവിടെ വെറും മനുഷ്യനായി താഴെ പോയി. തിരിച്ച് വീണ്ടും വാഴിക്കാനായിട്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആദാമിന് നഷ്ടപ്പെട്ട സകല അതോറിറ്റിയിലേക്കും ധൈര്യവും പ്രവേശനവും ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിച്ചു. ഞാൻ എന്നതാണോ പറയുന്നത്? നിങ്ങളെന്ന് മനസ്സിലായി? ആദാമിന് നഷ്ടപ്പെട്ട സകല ഹല്ലേലൂയ അതോറിറ്റിയിലേക്കും അവകാശത്തിലേക്കും ക്രിസ്തുവിൻ്റെ അനുസരണത്തിലൂടെ നിങ്ങൾക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. Come on, hallelujah. നിങ്ങൾ നാവ് ഉയർത്തി ചിലത് പറഞ്ഞാൽ സംഭവിക്കുന്ന രീതിയിൽ കർത്താവ് സാഹചര്യങ്ങളെ അനുകൂലമാക്കി നിർത്തിയിരിക്കുകയാണ്. ആ വാക്യത്തെയാണ് അവസാനം തുറന്നു കൊണ്ടുവരുന്നത്. മോനെ, നീ ചോദിച്ചതല്ല, നീ നനച്ചതല്ല, നിന്റെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. സകല കുടുംബത്തിന് പേര് വരാൻ കാരണമായ ആ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നത് നിനക്കൊരു പ്രവേശനം ലഭിക്കപ്പെട്ടിരിക്കുന്നു. തുറക്കട്ടെ. ജാതികളെ പിടിക്കാനുള്ള വലിയ അവകാശത്തിന്റെ അതോറിറ്റി വെളിപ്പെടട്ടെ. മനസ്സ് തുറന്നു വെച്ച്, മനസ്സൊന്ന് ഓപ്പൺ ആക്കി വെച്ച്, എനിക്ക് ദൂതിന്റെ ശരിയായ തലത്തിനകത്തേക്ക് എനിക്ക് പോകണം. ഹല്ലേലൂയ. ഒന്നും മനസ്സൊന്ന് തുറന്നു വെച്ച്. ഹല്ലേലൂയ. ആദമിന് നഷ്ടപ്പെട്ട അതോറിറ്റി എന്താണ്? ആദമിന് നഷ്ടപ്പെട്ട അതോറിറ്റി, ഹല്ലേലൂയ, ഭൂമിയെ വാഴാനുള്ള അതോറിറ്റിയാണ് നഷ്ടപ്പെട്ടു പോയത്.
ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവ് വെയിറ്റിംഗിലാ നീ ശബ്ദം ഉയർത്താൻ വേണ്ടി. ഭൂമിയും വെയിറ്റിംഗിലാ നീ ശബ്ദം ഉയർത്താൻ വേണ്ടി. ഹല്ലേലൂയ. പുത്രനെ ദൈവം കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ ദൈവം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ചോദിച്ചതും നനച്ചതുമായ അന്തരീക്ഷത്തിനപ്പുറം ദൈവപുത്രന്മാർ പട്ടണങ്ങൾക്കകത്ത്, മുണ്ടക്കയത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ ദൂത് നിങ്ങൾക്ക് കേൾക്കുന്നത്. ആദാമിന് നഷ്ടപ്പെട്ട സകല അതോറിറ്റിയും നിന്റെ മേൽ ക്രിസ്തുവേശുവിനാൽ വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലോസി ലേഖനത്തിനകത്ത് ഈ വാക്കുകൾ വ്യക്തതയുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൻ്റെ രക്തം മൂലം വീണ്ടെടുക്കപ്പെട്ട നിന്റെ മേൽ, ഹല്ലേലൂയ, ഈ അതോറിറ്റി വന്നിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ഹല്ലേലൂയ, ഭൂമി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശു പറഞ്ഞതാണ്, ആദാമേ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ അതോറിറ്റിയെ ഞാൻ തിരിച്ചു പിടിച്ചു. ക്രൂശ് ഒരു പരാജയമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, കല്ലറ ഒരു പരാജയമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോട് യേശുവിന് പറയാനുള്ള മറുപടി, ഇല്ല, ഇത് പരാജയമല്ല, ഇത് തിരിച്ചുപിടിയാണ്. ഹല്ലേലൂയ. ആ വാക്കിന് എത്ര പേര് പറയും? തിരിച്ചുപിടിയാണ്. ആമേൻ. ഇത് എന്തിനെയൊക്കെയോ തിരിച്ചു പിടിക്കുകയാണ്. ആദാം നഷ്ടപ്പെടുത്തിയതിനൊക്കെ തിരിച്ചു പിടിക്കുകയാണ് ക്രൂശ്. ആദാം നഷ്ടപ്പെടുത്തിയതിനൊക്കെ തിരിച്ചു പിടിക്കുകയാണ് കല്ലറയ്ക്കകത്ത് കയറി. ഇന്ന് പകല്, ഹല്ലേലൂയ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, യേശു എന്തിനാ കല്ലറയ്ക്കകത്ത് കയറിയത്? സാത്താൻ മനുഷ്യനെ കല്ലറയ്ക്കകത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതിനകത്ത്, ആ കല്ലറയ്ക്കകത്ത് നിന്ന് യേശു ക്രിസ്തുവിൻ്റെ രക്തം നിമിത്തം ചിലതിനെ പിടിച്ചിറക്കുകയാണ്. നിനക്കുള്ള നീതി, നിനക്കുള്ള ആത്മാവ് നൽകി തരുവാൻ അവൻ ക്രൂശിലും കല്ലറയിലും കയറിയെങ്കിൽ ഈ പകല് തിരിച്ചറിഞ്ഞോണം, ആദാമേ, ഹല്ലേലൂയ, നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വരാൻ പോകുക. നിനക്ക് നഷ്ടപ്പെട്ട വസ്ത്രം, നിനക്ക് നഷ്ടപ്പെട്ട അഭിഷേകം, നിനക്ക് നഷ്ടപ്പെട്ട അതോറിറ്റി, നിനക്ക് നഷ്ടപ്പെട്ട അധികാരം, അഭിഷേകം എല്ലാം നിന്റെ മേലേക്ക് തിരികെ വരുന്നു. കരം അടിച്ച് അതിനെ സ്വീകരിക്കും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിന്റെ ഈ അതോറിറ്റി തിരിച്ചു വരട്ടെ. എത്ര പേർക്ക് അറിയാം ഇത് എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന്? ഞാൻ പ്രവേശിച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? പലരും പ്രവേശിച്ചിട്ടുണ്ട്, പക്ഷെ ധൈര്യമില്ല. അധൈര്യപ്പെട്ട് നിൽക്കുക. പൗലോസ് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവേശനം ലഭിച്ചതുകൊണ്ട് ഞാൻ അധൈര്യപ്പെട്ടു പോകുന്നില്ല. എനിക്ക് അധൈര്യം ഉണ്ടാകുന്നില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ അധൈര്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ നിലവാരം ഓർത്ത് ഈ വിഷയം പ്രാർത്ഥിക്കാൻ എനിക്ക് അധൈര്യമില്ല. കാരണം വളരെ ധൈര്യത്തോടെ ഞാൻ നിൽക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ക്രിസ്തു എൻ്റെ മുമ്പിൽ നിൽക്കുക. പിന്നെ ശരിയായ റിലത്തിനൊന്ന് തുറന്നു വരട്ടെ കർത്താവ്. ആ പ്രവേശനത്തിനായി ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ലഭിച്ച പ്രവേശനം കൃപയാൽ ലഭിച്ച പ്രവേശനമാണ്. ഹല്ലേലൂയ. അതിനകത്തൊരു ധൈര്യം വെളിപ്പെട്ടാൽ ആ ധൈര്യം ഒരു ശുശ്രൂഷയായിട്ട് രൂപപ്പെടും. പുതിയ നിയമത്തിന്റെ ഉയർന്ന നിലവാരത്തിലുള്ള ദൈവശബ്ദം നിന്റെ അകത്ത് ആത്മാവിനാൽ വെളിപ്പെട്ട, അല്ലെ, നമ്മുടെ ഉള്ളിൽ വന്ന ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാ. എത്ര പേർക്കറിയാം? ആമേൻ. നമ്മുടെ മേൽ വെളിപ്പെട്ട ആത്മാവ് അവിടെ തീരുന്നോ? ക്വാളിറ്റി ഇല്ല. ധൈര്യത്തിന്റെ ആത്മാവാ. ആമേൻ. ഈ ആത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞെടുത്തെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ പറയുന്നുണ്ട്. ആത്മാവിന്റെ സ്വഭാവം, ഇത് നമ്മുടെ സ്വഭാവമായിട്ട് രൂപപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് ഈ ധൈര്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നവരോട് ഞാൻ പറയും, ഇതോടുകൂടെ ഒരു ശുശ്രൂഷയുടെ ഗിഫ്റ്റൂടെ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് ദൈവം ഒളിപ്പിച്ചിട്ടേക്കുന്ന ശുശ്രൂഷ അതിന്റെ ശക്തിയോടെ ഓണാകുന്നത് ഈ ധൈര്യത്താലാണ്. മനസ്സിലാകുന്നില്ലല്ലേ? ഒരു രോഗിയെ കാണുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ എഴുന്നേറ്റ് എന്ന് കൈവെക്കാനുള്ള ധൈര്യം.
40 വർഷമായെന്നോർത്ത് എന്തോ ചിന്തിക്കുമെന്നോർത്ത് പിന്മാറാതെ മുന്നോട്ട് വന്ന് കൈ പിടിക്കാനുള്ള ധൈര്യം. ഹല്ലേലൂയ. അതിവിടെ വെളിപ്പെടുക. ഇത് സഭയ്ക്കകത്ത് ഇപ്പൊ വെളിപ്പെടുന്നുണ്ട്, അതിനെ സ്വീകരിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്മസ് ദിനത്തിൽ പോലും സുവിശേഷം പറയാൻ പറ്റാത്ത നിലവാരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ധൈര്യം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ധൈര്യം ഇന്ന് പകൽ ഇവിടെ റിലീസാകുന്നുണ്ട്. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ധൈര്യം ഇവിടെ റിലീസാകുന്നുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് നിന്റെ വിദ്യാഭ്യാസം കൊണ്ടും നിന്റെ നിറം കൊണ്ടും ജാതി കൊണ്ടും ലഭിക്കാത്ത ഒരു ധൈര്യം നിന്റെ മേൽ ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ആ ധൈര്യം നിനക്ക് മേലൊരു ശുശ്രൂഷയെ തുറന്നുകൊണ്ടുവരും. ആ ശുശ്രൂഷ നിന്നെ ഒരാളാക്കി മാറ്റും. ഇത് പിടിക്കുക, നന്നായിട്ട് പിടിക്കുക. പത്മയാൻ്റെ ഇത് പിടിച്ചോണം, ഈ വചനത്തെ കയറി പിടിച്ചോണം. ഹല്ലേലൂയ. എവിടേക്കോ അധൈര്യപ്പെട്ട്, എവിടേക്കോ പിന്മാറി, ഹല്ലേലൂയ, എവിടേക്കോ ഒളിച്ചിരുന്ന നിന്നെ കർത്താവ് ഒരു ധൈര്യത്തിന്റെ ആത്മാവിനകത്തേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ ഇന്ന് മുതൽ ആടാകുക. ഇതൊരു പ്രവചന വാക്കായി ഏറ്റെടുക്കണം. കുഞ്ഞുങ്ങളെ, ഇത് ഏറ്റെടുത്തിട്ട് പോകണം. നിങ്ങളുടെ മേലൊരു ധൈര്യം വെളിപ്പെടുത്തുക. ധൈര്യം. സഹോദരിമാരെ, നിങ്ങളുടെ മേലൊരു ധൈര്യം വെളിപ്പെടുകയാണ്. ഈ ധൈര്യത്തെ സ്വീകരിച്ചോണം. ജോഷിയ ഒരു ധൈര്യം വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഭയമല്ല, ധൈര്യം. ജോഷ ഒരു ധൈര്യം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. മോനജ ഒരു ധൈര്യം വെളിപ്പെടുന്നുണ്ട്. എന്തിനാണെന്നറിയാവോ? ഹല്ലേലൂയ. പകച്ചു നിന്നെടുത്ത് നിന്ന് നിന്റെ കാലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ധൈര്യമാണ്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് വരുന്ന ആശയങ്ങളെ തൊട്ടുണർത്തി ഞാൻ പറയാം. ഹല്ലേലൂയ. ചെങ്കടലാണെന്ന് അറിഞ്ഞുകൊണ്ട് കാല് വെക്കാനുള്ള ധൈര്യം, മേലൊഴുക്ക് നല്ലതുപോലെ ഒഴപ്പോഴും ഹല്ലേലൂയ അതിനെ ചവിട്ടാനുള്ള ധൈര്യം. ഹല്ലേലൂയ. ഉയർന്നു നിൽക്കുന്ന ഹായ് പട്ടണത്തെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം. എരിഹോബ് പോലെ ഉയർന്ന മതിലുകളുടെ മുമ്പിൽ ആർപ്പിന്റെ ശബ്ദം ഉയർത്തുന്ന ധൈര്യം. ദിസ് ഈസ് എ ക്വാളിറ്റി. ഇതൊരു ക്വാളിറ്റിയാണ്. ഈ ധൈര്യം നിന്റെ മേൽ വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ മുതൽ അത് റിലീസാകുന്നു. ഗെറ്റ് റെഡി. ആമേൻ. നിങ്ങളുടെ മേൽ അത് റിലീസാകുകയാണ്. പരാജയ ബോധങ്ങളെ ആട്ടിപ്പായിക്കുന്ന ധൈര്യത്തിന്റെ ആത്മാവ്. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിക്കുന്ന ഇതാണ്. പ്രവേശനവും ധൈര്യവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയത്തിലേക്ക് ഞാൻ വന്നില്ല. ഹല്ലേലൂയ. ഈ ധൈര്യം അത് നിമിത്തമാണ് ഞാൻ പ്രാർത്ഥിക്കാൻ കാരണം എന്ന വിഷയമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമായ വിഷയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ധൈര്യവും പ്രവേശനവും. ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു ആശയം ഒന്നുകൂടെ തുറന്നുകൊണ്ടിരാൻ നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. 400 വർഷം മിസ്രൈമിന്റെ അടിമത്തത്തിൽ കടന്നിട്ട് അധൈര്യപ്പെട്ടു പോയൊരു ജനതയാണ് മിസ്രൈമിൽ ഇസ്രായേൽ. ഹല്ലേലൂയ. ഭയന്നുപോയി. ഹല്ലേലൂയ. ദൈവം അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലല്ല അവരുടെ ശാരീരിക ഘടന ഉളവാക്കിയത്. ആമേൻ. ഹല്ലേലൂയ. മിസ്രൈമ്യർ അവരെ ഭയക്കുന്ന രീതിയിൽ അവർക്കൊരു ശാരീരിക അതോറിറ്റി ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കമോൺ, നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നപ്പോൾ രാജാവ്, അത് ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്, മിസ്രൈമിൽ യോസഫ് വരുമ്പോൾ അവിടുത്തെ യഥാർത്ഥ ജനം അവിടുത്തെ അടിമത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവിടുത്തെ ഒരു ഇടയജാതി അവിടുത്തെ അടിമത്തം അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അവർ രാജഭരണത്തിലേക്ക് വരുമ്പോൾ യോസഫിനെ അറിയാത്തവരായത് തീരുന്നു. അവർ നോക്കുമ്പോൾ അവർ ഇതുവരെ അടിമത്തത്തിലായിരുന്നു. അവർ ഭരണത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ജനത വളർന്നു വരുന്നു. ആമേൻ. ഒരാളായി പോയി ഒരു കുടുംബമായി തീർന്ന് ഒരു കുടുംബം ഒരു രാജ്യമായി തീരുക. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരാളായി പോയി ഒരു കുടുംബമായി മാറി ആ കുടുംബം ഒരു രാജ്യമാകുന്നു. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞാണ്, ദൈവം ഇസ്രായേൽ എന്ന ജനത്തെ ഒരു രാജ്യമാക്കിയത് അടിമ വീട്ടിലിട്ട. ഹല്ലേലൂയ. അതിനകത്തൊരു ദൂതുണ്ട്. നിനക്ക് ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നീ അടിമ വീട്ടിൽ കടന്നാലും ഹല്ലേലൂയ അത് നിവർത്തീകരിക്കപ്പെടും. ഹല്ലേലൂയ. മിസ്രൈമിലിട്ടാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത്. എന്തോ ദൈവം എന്നെ എങ്ങനെയാ തുറക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽ ആരുടെയൊക്കെയോ ലൈഫിനകത്ത് ഭയങ്കര വിസ്ഫോടനങ്ങൾ സംഭവിക്കും.
കാരണം എന്നാന്ന് ദൂത് അങ്ങനെയാ വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. മിസ്രൈമിനകത്ത് ജനമായിരിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിന്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ കണ്ടുകൊണ്ടിരിക്കെ ഇവർക്ക് ഭയം ഉണ്ടാകുന്ന രീതിയിൽ, മിസ്രൈമ്യർക്ക് ഭയം ഉണ്ടാകുന്ന കായിക ആരോഗ്യം ഈ ജനത്തിന്റെ മേൽ ദൈവം ഇട്ടിരുന്നു. ഹല്ലേലൂയ. മനസ്സുകൊണ്ട് എവിടെയൊക്കെയോ ക്ഷീണിച്ചു പോയെങ്കിലും ദൈവം അവരുടെ ആരോഗ്യത്തിന്റെ മേൽ അഭിഷേകം ഇട്ടിരുന്നു. ആ വാക്ക് മാത്രം പിടിച്ച് 2026 ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ അനവധി തവണ പറഞ്ഞൊരു വാക്കാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മേൽ അഭിഷേകം വാഴാൻ പോവാ. രൂപ പിടിക്കാതെ. ഹല്ലേലൂയ. ഇന്ന് പകല് ഹല്ലേലൂയ, നിങ്ങൾ വലിയ ആരോഗ്യത്തിലേക്ക് കയറുന്ന ഒരു വർഷം കയറി വരാൻ പോവാ. ഹല്ലേലൂയ. ഇതിങ്ങനെ വിടാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. നിന്നെ രോഗം പിടിക്കാത്തൊരു വർഷമായിരിക്കും 26. പിടിച്ചോണ്ട് പോക്കോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അവിടുന്ന് എനിക്ക് ദൈവം തന്ന ഒരു ശബ്ദമാണ്. ഹല്ലേലൂയ. ജനം പേടിക്കുമാർ ഇവരുടെ ശാരീരിക മേഖലയെ ദൈവം അനുഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം അടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ അതോറിറ്റി നന്നായി വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെ കൊല്ലാൻ ഒരുങ്ങുന്ന നിലവാരത്തിൽ, അവിടുത്തെ ആൺപൈതങ്ങളെ കൊല്ലാൻ ഒരുങ്ങുന്ന രൂപത്തിൽ ഹല്ലേലൂയ നിയോഗിച്ച് ഭറവൻ അയക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ സ്ത്രീകൾ തികവുള്ളവരാണ്. എന്തുവാ, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവർ തന്നെത്താനെ പ്രസവിച്ചിട്ട് എഴുന്നേറ്റ് മാറി നിൽക്കും. ഹല്ലേലൂയ. അവര് പറയുന്ന ഒരു ആശയമുണ്ട്, അവര് മിസ്രൈമിനെ പോലെ അല്ല, അവർക്ക് ഭയങ്കര ആരോഗ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് ഈ സഭയ്ക്കകത്ത് ആ ദൂത് വെളിപ്പെടുമ്പോൾ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ ആരോഗ്യത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, നിന്റെ മേൽ രോഗം വാടാനല്ല, നിന്റെ മേൽ ആരോഗ്യം വാടണം. നീ ആരോഗ്യമുള്ളവനായി. ഇന്ന് വരെ ഞാനിവിടെ സഭയിൽ പറയാത്തൊരു ദൂതാണ് ഇത്. ഹല്ലേലൂയ. ആരോഗ്യമുള്ള ജനത്തെ കർത്താവിന് വേണം. ഹല്ലേലൂയ. കം ഓൺ, അതിനെ പിടിക്കുക. ഹല്ലേലൂയ. എല്ലാ അനാരോഗ്യത്തിന്റെ സ്പിരിറ്റിനെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ, ഞാൻ ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. രോഗ സ്പിരിറ്റുകളെ, രോഗ ആത്മാക്കളെ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നിന്റെ ശരീരത്തിൻ്റെ മേൽ, നിന്റെ മനസ്സിൻ്റെ മേൽ കുടികൊള്ളുന്ന സ്പിരിറ്റിനെ ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ചർച്ചിനകത്ത് ഒരുപാട് പേര് രോഗികളായി തീർന്നു. മരണത്തിലേക്ക് പോകാതെ ദൈവം അവരെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഇപ്പൊ വന്നവരും വരാത്തവരെ എല്ലാം ഒന്ന് ദൈവസേനയിൽ ഏറ്റെടുത്തണം. അല്ല, ചില കുടുംബങ്ങൾ മുഴുവൻ രോഗത്തിൽ കയറി. ഞാൻ ഇന്ന് പകല് പറയുകയാണ്, നിന്റെ മേൽ ആരോഗ്യം വാഴാൻ പോവാ. ഹല്ലേലൂയ. പറഞ്ഞു തുടങ്ങിയത് പോലും അസ്ഥിയുടെ അകത്തൊരു സൈന്യത്തെ കുറിച്ചാണെങ്കിൽ, ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു, മോനച്ച ആരോഗ്യം വെക്കാൻ പോവാ. ഹല്ലേലൂയ. ആരോഗ്യം വരാൻ പോവാ. ഹല്ലേലൂയ. മെഡിസിനാൽ വെളിപ്പെടുന്ന ആരോഗ്യമല്ല. ഹല്ലേലൂയ. ഭക്ഷണത്താൽ വെളിപ്പെടുന്ന ആരോഗ്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുന്ന ഒരു ധൈര്യവും, ആ ധൈര്യത്താൽ ആരോഗ്യവും നിന്റെ ശരീരത്തിനകത്ത് കയറി വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിസ്രൈമിന്റെ ബാബിലോണിൽ നിന്ന് ബാബേൽ രാജാവ് യെരൂശലേമിനെ നിരോധിക്കുകയും യെരൂശലേമിനെ പിടിച്ചടക്കി കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ രാജ്യത്തിന്റെ കാര്യാദികൾ ചെയ്യേണ്ടതിനായി ഷണ്ണന്മാരാക്കി, രാജ്യത്തിന് വേണ്ടി അവരെ വേർതിരിച്ചു, രാജകൊട്ടാരത്തിലാക്കി, അവരുടെ ജീവിത ശൈലി വ്യത്യാസപ്പെടുത്തി, അവരുടെ പേര് മാറ്റി, അവരുടെ ഭക്ഷണം മാറ്റി, അവരുടെ ദൈവത്തെ മാറ്റാനുള്ള തയ്യാറെടുപ്പിൽ ദാനിയേൽ എഴുന്നേറ്റ് നിന്ന് പറയാണ്, പലതും മാറ്റി, പക്ഷെ ഞങ്ങളെ ദൈവത്തെ മാറ്റാൻ തയ്യാറല്ല. ഹല്ലേലൂയ. അവിടെ ദാനിയേലും കൂടെ നിന്നവരും ചെയ്തെടുത്ത ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് ആ കാര്യം പറഞ്ഞത്. രാജഭോജനമാണ്, പക്ഷേ ഈ വിഗ്രഹത്തിന് അർപ്പിച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന ഈ ആഹാരത്തെ തിന്ന് എൻ്റെ ദൈവത്തെയും ആ ശുശ്രൂഷയും മലിനമാക്കാൻ എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് കഴിക്കുന്നില്ല.
പക്ഷേ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് ഇത് കൊടുക്കുന്ന ആൾക്കാർക്ക് നിർബന്ധം വന്നപ്പോൾ ഒരു കാര്യം ദാനിയേൽ പറയുന്നൊരു ഭാഗമുണ്ട്. ചില ദിവസങ്ങൾ ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചോണം, ഞങ്ങൾ ശാഖപദാർത്ഥങ്ങൾ മാത്രം കഴിക്കാം. ആമേൻ. ഞങ്ങൾ ശാഖപദാർത്ഥം മാത്രം കഴിക്കാം, അവർ രാജഭോജനം കഴിക്കട്ടെ. ഇതിൻ്റെ അപ്പുറം ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ അവരാണോ ഞങ്ങളാണോ ആരോഗ്യത്തിലുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ വാക്ക് പ്രതി ഞങ്ങളെ നോക്കണം. ദൈവത്തിൻ്റെ ദാസന്മാരായ അഭിഷിദ്ധന്മാർ ഈ ബാബിലോണിലെ വിഗ്രഹങ്ങൾക്ക് വെച്ചിട്ട് വരുന്ന രാജഭോജനം കഴിക്കാതെ അത് വർജിച്ചപ്പോൾ ശാഖപദാർത്ഥങ്ങൾ കഴിച്ച് കൂടെ നിൽക്കുന്നവരെക്കാൾ ഉത്കൃഷ്ടമാനസന്മാരായി ദൈവം അവരെ മാറ്റി. ഞാൻ പറഞ്ഞതാണ് ഭക്ഷണം കൊടുക്കാത്തൊരാരോഗ്യം ദാനിയേലിന്റെ ശരീരത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി. ആമേൻ. എങ്ങനെയാണ് ഇത് വെളിപ്പെട്ടത്? നീ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ദൈവം നിന്റെ സാഹചര്യത്തെ മാറ്റാൻ പോവുക. രാജഭോജനം മുമ്പിലുണ്ട്, ശാഖപദാർത്ഥം മുമ്പിലുണ്ട്. ദൈവത്തെയും ഇത് കഴിച്ച് സ്വന്തം ശരീരത്തെ മലിനമാക്കാൻ തയ്യാറല്ലാത്തവൻ ഒരു വിശ്വാസത്തിന്റെ ധൈര്യത്താൽ ശാഖപദാർത്ഥങ്ങൾ കഴിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചെന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ എത്ര പേർക്ക് അതിനെ വേടി പിടിക്കാം? ദൈവം അത് നിന്റെ മേൽ അയക്കാൻ പോവുകയാ. ആത്മേന്റെ പിടിച്ചോണം. 25 ആരോഗ്യമല്ല 26 വരാൻ പോകും. 2 വയസ്സ് അല്ല, 2 വർഷം പുറകോട്ട് ഓടിയതിനേക്കാൾ. അപ്പൊ 2 വയസ്സാണല്ലോ, വേണ്ട, ഒരു 10 വർഷം പിടിച്ചു. 10 വർഷം പുറകോട്ട് ഓടിയ ആരോഗ്യം വെളിപ്പെടാൻ പോവുക. പലരും കൈവെക്കുന്നില്ല. ഇപ്പോൾ അത് ആത്മാവിൻ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. 10 വർഷം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആ ചെറുപ്പത്തിന്റെ അതേ ആരോഗ്യം നിങ്ങളുടെ മേലേക്ക് നൽകട്ടെ. ഇപ്പോൾ ഹല്ലേലൂയ. ആ ആരോഗ്യം നിങ്ങളുടെ മേൽ ഇപ്പോൾ വെളിപ്പെടുകയാണ്. ഇത് ദൂതാണ് കേട്ടോ, സഭയിൽ വെളിപ്പെട്ട ദൂതാണ്. ഞാൻ അത് നിങ്ങളുടെ മേലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് നിങ്ങളുടെ മേൽ തുടരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആദമിന് ഈ അനുസരണത്തിൽ തുടർന്നപ്പം പ്രായമാകുന്നേ ഇല്ലായിരുന്നു. അതുപോലെ ഒരു ആരോഗ്യം തന്റെ ശരീരത്തിന് മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാം ഈ വാഗ്ദത്തത്തിനകത്ത് കയറുമ്പോൾ തന്റെ ശരീരം ക്ഷീണിച്ചു എന്ന് സാറ വിശ്വസിച്ചു തുടങ്ങുന്ന ആളുകൾ, തനിക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് തന്റെ വയസ്സ് കയറി ചെന്ന നാളുകളിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യമാണ്, ഇല്ല, നിന്നെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. അത് ഒരു ആരോഗ്യത്തിന്റെ പുതുക്കലാണ് കാണുന്നത്. ദൈവം ഇന്ന് പകല് ചിലരോട് പറയുന്നു, അനാരോഗ്യമല്ല, ധൈര്യത്താൽ ആരോഗ്യം വെളിപ്പെടാൻ പോവുകയാണ്. കരം അടിച്ച ദൂതിനെ ഒന്ന് സ്വീകരിച്ചോ. ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് ഈ വിഷയം ഒന്ന് തുറന്നിട്ടിട്ട് ഇന്നത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാം. കർത്താവ് സഹായിക്കുമ്പോൾ അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ. ആമേൻ. ഈ വാക്ക് തുറക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് മതിയായിരുന്നു, സ്വർഗത്തിൽ നിന്ന് പൗലോസ് എന്തിന് കൂട്ടിച്ചേർത്തെന്ന് ഒരു ചോദ്യം എൻ്റെ അകത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ വിഷയം തുറന്നാൽ ഇന്ന് തീരത്തില്ല. എങ്കിലും പറ, റെസ്റ്റോറേഷൻ സംഭവിക്കുമ്പോൾ ഭൂമിയും സ്വർഗവും ഒരുപോലെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. മനസ്സിലാകുന്നില്ല, എന്നാലും വെറുതെ ഒരാമൻ പറഞ്ഞു. റെസ്റ്റോറേഷൻ ഇത് ഞാൻ തുറക്കാൻ പോയ എവിടെയൊന്നും തീരത്തില്ല. ദൈവം ആദിയിൽ ആകാശം എന്ന് മലയാളത്തിൽ പറയുന്നിടത്ത് ഇംഗ്ലീഷിൽ കിടക്കുന്നത് സ്വർഗങ്ങൾ എന്ന വാക്കാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഏദനിലല്ല മനുഷ്യനെ ഉണ്ടാക്കി. ഇവിടെ മുതൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് തോന്നില്ല. ഏദനിൽ കൊണ്ടാക്കിയെന്നാണ് അല്ലേ? എന്നിട്ട് പറഞ്ഞു ഏദനെ വാണോളാൻ. നിലത്തെ മണ്ണെടുത്ത് പ്രതിമയുണ്ടാക്കി അതിനകത്ത് ജീവന്റെ ശ്വാസം ഊതി ഏദനിൽ കൊണ്ട് തന്നെ നിർത്തി. ഏദനിൽ കൊണ്ടാണ്
ഞാൻ വിശ്വസിക്കുന്നു സ്വർഗവും ഭൂമിയും ഒരുപോലെ ആദമിന് സമ്പത്തായിരുന്നു. ആമേൻ. നമ്മളിപ്പോൾ ലിമിറ്റഡ് ആയിരുന്നില്ല ആദാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി തന്നെയാണ് ദൈവം സ്വർഗവും. ഹല്ലേലൂയ. എപ്പോഴാണോ ആദാം താഴെ പോയത്, അന്ന് ഏദൻ പോയതുപോലെ തന്നെ ഭൂമി എന്ന പരിമിതിയിലേക്ക് ആദാം പരിമിതപ്പെട്ടു പോയി. റിസ്റ്റോറേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദവിയാണ് ആദാമിന് നഷ്ടപ്പെട്ടു പോയ ആ ഏദൻ പർദീസ പോലെ സ്വർഗവും നമുക്ക് അവകാശമായി തീർന്നു. എന്നേലും ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് പോകും എന്ന ചിന്തയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പൗലോസ് പറയാണ്, ഞാൻ അറേബ്യ പോയി ഇരുന്ന് ഓർക്കുന്നുണ്ട്, പക്ഷേ ദേഹമുണ്ടോ ദേഹയില്ലെന്നൊന്നും അറിയത്തില്ല, ഞാൻ അവിടം വരെ കയറി ചെന്നു. ഹല്ലേലൂയ. ഡൊമീഷ്യൻ ചക്രവർത്തി എന്നെ കൊല്ലാൻ വേണ്ടി ഈജിയൻ കടലിനിടുക്കിനകത്തുള്ള പത്മോസ് എന്ന ദ്വീപിൽ കൊണ്ടിട്ടതാണ്. പക്ഷേ ദൈവം എന്നെ എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ക്രൂശിനോട് ബന്ധപ്പെട്ട് ഹല്ലേലൂയ, നീ ആരാണ്, നീ ദൈവപുത്രനാണെന്നൊക്കെ ചോദിക്കുമ്പം യേശു ഒരു കാര്യം പറയുന്നൊരു വാക്കുണ്ട്. കണ്ണി നോക്കി പറയാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണത്തില്ല, പക്ഷെ കുറച്ച് പേർക്ക് എന്നെ കാണാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. എന്തുവാ, ഞാൻ ഇറങ്ങി വരുമെന്നാ? ഇല്ല, നിങ്ങൾ കയറി വന്ന് എന്നെ കാണുമെന്നാ. ഓ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവിന്റെ വലത് ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നിടത്തേക്ക് കയറി ചെല്ലാൻ. ഞാനിങ്ങനെയൊക്കെ കൂട്ടി പറഞ്ഞ എന്നെ ഏറി കയറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ആത്മാവിൽ പറയാണ്, പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നത് പോയി കാണാൻ യോഹന്നാന് ദൈവം ഭാഗ്യം കൊടുത്തെങ്കിൽ, പത്രോസിന് ദൈവം ഭാഗ്യം കൊടുത്തെങ്കിൽ, സർവ്വ കുടുംബത്തിനും പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത് പൗലോസ് പറയുകയാണ്, ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ഹല്ലേലൂയ എല്ലാം റിസ്റ്റോറേഷൻ സംഭവിച്ചിരിക്കുന്നു. ഒന്ന് കൈ ഉയർത്തി പറ. 2025 ഏറ്റവും അവസാനത്തിലാണ് എൻ്റെ വീടിനകത്ത് ക്രിസ്തുവിൻ്റെ, എന്നോടൊപ്പം പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ എൻ്റെ വീടിനകത്ത് റിസ്റ്റോറേഷൻ സംഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ എൻ്റെ ശരീരത്തിനകത്ത് റിസ്റ്റോറേഷൻ സംഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ എൻ്റെ ജോലിക്കകത്ത് റിസ്റ്റോറേഷൻ സംഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ എൻ്റെ അഭിഷേകത്തിനകത്ത് റിസ്റ്റോറേഷൻ സംഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ എൻ്റെ ആരോഗ്യത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് റിസ്റ്റോറേഷൻസുകൾ സംഭവിച്ചിരിക്കുന്നു. ആമേൻ. നിങ്ങൾ കൺഫസ് ചെയ്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇത് സംഭവിച്ചു തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ ആഴ്ചയെ ഒന്ന് ഏറ്റെടുത്ത് പറയാൻ പറ്റുന്നവർക്കായി സ്തോത്രം. ഭയങ്കര റെസ്റ്റോറേഷൻ അനുസരണം മൂലം സംഭവിക്കുക. പ്രവേശനം മാത്രമല്ല, അധികാരം മാത്രമല്ല, ധൈര്യം മാത്രമല്ല, റെസ്റ്റോറേഷൻ സംഭവിക്കുമ്പോൾ സ്വർഗവും നിന്റെ മുമ്പിൽ തുറക്കുകയായിരുന്നു. സ്വർഗത്തിലുള്ളതും തുറക്കുകയാണ്. അതുകൊണ്ടാണ് എഫീസി ലേഖനം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്, സ്വർഗത്തിലും സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിക്കാമെന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്ന. സോ എപ്പോഴാണോ ക്രിസ്തുവിൻ്റെ അനുസരണത്തിനകത്തേക്ക് വിശ്വാസത്താൽ നിങ്ങൾ പ്രവേശിച്ചത്, അവിടെ ഒരു റെസ്റ്റോറേഷൻ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാ പദത്തോടെ എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ പദത്തിൽ നിൽക്കുന്നത്, മടങ്ങി വന്നിട്ടുണ്ട്. എന്തു മടങ്ങി വന്നിട്ടുണ്ട്? ആദമിൽ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം റീസ്റ്റോറായി. റീസ്റ്റോറായി എന്ന് പറ. ഹല്ലേലൂയ. റീസ്റ്റോറായി. ഇന്ന് സ്പേസ് ഉള്ളവർക്കായി സ്തോത്രം. റിസ്റ്റോറേഷന് മനസ്സിൽ സ്പേസ് ഉള്ളവർക്കായി സ്തോത്രം. വീടിനകത്ത് സ്പേസ് വേണമെന്നില്ല, മനസ്സിനകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അത് അനുസരിക്കാനും അനുവദിക്കാനും ധൈര്യത്തോടെ സ്വീകരിക്കാനുമുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റിസ്റ്റോറേഷനകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ വീട്ടിൽ കയറി വരും, നിന്നിൽ കയറി വരും, നിന്റെ ജീവിതത്തിൽ കയറി വരും, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് കയറി വരും, നിന്റെ കൈകൾക്കകത്തൂടെ അധികാരമായി വെളിപ്പെട്ടു വരും,
നിന്റെ പ്രാർത്ഥനകളിൽ രോഗസൗഖ്യമായി വെളിപ്പെടും. നിന്റെ പ്രസംഗത്തിൽ അത് വെളിപ്പാടായി കയറി വരും. നിന്റെ നടത്തത്തിൽ അത് അഭിഷേകമായി വെളിപ്പെടും. നിന്റെ ദേശത്ത് നിനക്ക് അധികാരമായി വെളിപ്പെടും. നിന്റെ യാത്രകളിൽ നിനക്കൊരു അഭിഷേകമായി അത് വെളിപ്പെടും. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ക്വാളിറ്റിയായി വെളിപ്പെടും. നിന്റെ സ്വഭാവത്തിൽ അതൊരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. കർത്താവ് ഈ വാക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകുമാറാകട്ടെ. പ്രാർത്ഥനാ വിഷയം തുറക്കുകയാണ്. അവൻ തന്റെ സന്നിധിയിൽ, അവൻ തന്റെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയമാണ് പ്രവേശനം ക്രിസ്തുവേശുവിന്റെ അനുസരണത്താൽ പ്രവേശനം ലഭിച്ച, റെസ്റ്റോറേഷൻ സംഭവിച്ച നിങ്ങൾക്ക് ഇത് നടപ്പിലാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? അകത്തെ മനുഷ്യൻ ഓക്കെ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ടെന്ന് തിരിച്ചറിവുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പുറത്തെ മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യനുണ്ട്. പുറത്തെ മനുഷ്യൻ പഴയ മനുഷ്യനാണ്, അകത്തെ മനുഷ്യൻ പുതുമനുഷ്യനാണ്. ഈ പുതുമനുഷ്യന്റെ അകത്ത് അത് ആത്മാവിനാൽ, ദൈവാത്മാവിനാൽ കവർ ചെയ്യപ്പെട്ടതാണ്, ദൈവാത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പെട്ടതാണ്, ദൈവാത്മാവിനാൽ ശക്തിക്കപ്പെട്ടതാണ്, ദൈവാത്മാവിനാൽ അത് കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഇങ്ങനെ മിണ്ടാതിരിക്കുക. നിങ്ങളുടെ വചന ധ്യാനത്തിൽ ഇൻഫർമേഷൻ, വചനത്തിലൂടെ കേൾക്കുന്ന ഇൻഫർമേഷനിലൂടെ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരു പ്രവചനം നിങ്ങളുടെ അകത്ത് തട്ടുമ്പോൾ, ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് തട്ടുമ്പോൾ സംഭവിക്കുന്നത് അകത്തെ മനുഷ്യൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കൊലോസ്യ ലേഖനത്തിൽ അല്പം കൂടെ താഴോട്ട് ഇറങ്ങി ഈ വാക്ക് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ വളരണം. ഈ മനുഷ്യൻ ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ ചേർത്ത് ഈ വാക്യമാണ്, ക്രിസ്തുവിന്റെ പ്രായത്തിനൊപ്പം വളരണം. ക്രിസ്തുവിന്റെ ഈ പ്രായം, ഈ വളർച്ച നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. മനോജ വളരണം. വിശ്വാസിക്കുള്ള വളർച്ചയുണ്ട്. വിശ്വാസികൾക്ക് ആമേൻ ക്രിസ്തുവിന്റെ തലയോളം, ക്രിസ്തു എന്ന തലയോളം വളരണം. വേണ്ട, ഞങ്ങൾ അത്രയൊന്നും ഇല്ല, ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെ നോ അങ്ങനെ ഇരുന്നാൽ നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നക്കാരായിത്തീരും. വളരാത്തവരെല്ലാ സഭയിലും പ്രശ്നക്കാരാ. ഹല്ലേലൂയ. പ്രശ്നം ഉണ്ടാക്കും. അത് നിങ്ങളുടെ പ്രശ്നമല്ല, വളരാത്തതിന്റെ പ്രശ്നമാണ്. അല്ലേ? വളരാത്തതിന്റെ നിന്നെ കുറിച്ചുള്ള പ്രോമിസ് എവിടേക്കോ ചോർന്നു പോകും. കൂട്ടത്തിലുള്ളവരെ കുറിച്ചുള്ള പ്രോമിസുകൾ എവിടേക്കോ ചോർന്നു പോകും. വാക്തത്വങ്ങൾ എവിടേക്കോ നിന്നു പോകും. എന്ന് പകല് ഒരു പുതുക്കപ്പെടലുണ്ടാകട്ടെ. എന്താണ് പുതുക്കപ്പെടുന്ന കാര്യം? റിസൾട്ട് നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി സംഭവിക്കുന്നത് നൂലെ കെട്ടി ദൈവം ഇറക്കുമെന്നല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അകത്തെ മനുഷ്യന്റെ ശക്തിയാലാണ് കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. എത്ര പേർക്കറിയാം, നീ ഒരു ദൂത് കേൾക്കുമ്പോൾ ആ ദൂതിന്റെ പിറകിൽ ഒരു ശക്തി ഇറങ്ങി വരുന്നുണ്ട്. കൈതട്ടി ആരാധിക്കുന്ന ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയല്ല, മറിച്ച് നിന്റെ കൈ അടിക്കാൻ കാരണമാകുന്ന ഒരു ശക്തി നിന്റെ മേൽ വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. ആ ശക്തിയുടെ നിറവ് സ്വീകരിക്കപ്പെട്ടവന്റെ അകത്ത് നന്നായി നിറയണം. കൊലോസ്യ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, നിങ്ങൾക്കത് വായിച്ചു. ഒന്നിന്റെ 11 അതിന് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി
അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്ന്. എന്താണ്? അവന്റെ പൂർണ്ണ ശക്തിയോടെ പൗലോസ് ആഗ്രഹിക്കുകയാണ്, മക്കളെ, നിങ്ങൾക്ക് ധൈര്യമുണ്ട്, നിങ്ങൾക്ക് പ്രവേശനമുണ്ട്, നിങ്ങൾക്ക് റെസ്റ്റോറേഷൻ സംഭവിച്ചിരിക്കുന്നു. ആദാമിന് നഷ്ടപ്പെട്ട ആ സ്ഥലത്തേക്ക് പ്രവേശനം ലഭിച്ചു. ആദാമിന് നഷ്ടപ്പെട്ട ആ ധൈര്യം നിനക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലേ? മരത്തിന്റെ മറവിൽ ഒളിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ധൈര്യം നിങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്തും കൃപാസനത്തിലേക്ക് വരാനുള്ള ധൈര്യമുണ്ട് നിനക്ക്. അങ്ങനെ വന്ന നിന്റെ മേലൊരു റിസ്റ്റോറേഷന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നിന്റെ ലൈഫ് ദൈവം അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. കൊലോസി ലേഖനത്തിലൂടെ പൗലോസ് പറയുകയാണ് വീണ്ടും, അവന്റെ ശക്തിയുടെ പൂർണ്ണ ബലം നിന്റെ അകത്ത് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനിറവ് സംഭവിക്കുന്നവന്റെ മുമ്പില് ദൈവരാജ്യം വെളിപ്പെട്ടിരിക്കും. എങ്ങനെയാണ് ദൈവരാജ്യം വെളിപ്പെടുന്നത്? ദൈവരാജ്യം വാക്കല്ല, ദൈവരാജ്യം ശക്തിയുടെ പ്രദർശനമാണ്. ദൈവശക്തിയുടെ പ്രദർശനമായി ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തുറന്നു വരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ വിഷയം മാത്രം തൊട്ട് ഞാൻ ഒന്ന് പറഞ്ഞു വിട്ട് നിർത്തുകയാണ് ഇന്ന് പകല്. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമെന്ന് കർത്താവ് പറഞ്ഞത് നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ പോയിന്റ്, ഹല്ലേലൂയ, നിനക്ക് ലഭിച്ച പ്രവേശനം പോലെ, ധൈര്യം പോലെ, റെസ്റ്റോറേഷൻ പോലെ നിനക്ക് ലഭിച്ച അകത്തെ ശക്തിയിൽ നീ ധൈര്യപ്പെട്ടിരിക്കണം. ധൈര്യപ്പെട്ടാൽ നീ ചോദിച്ചതിന് നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയെ കഴിയും. ഹല്ലേലൂയ. ചിന്തകൾ, ആലോചനകൾ നമ്മുടേതല്ലായി മാറുന്ന ഒരു നിലവാരത്തിനകത്തേക്ക് നമുക്കൊരു വളർച്ച ഉണ്ടാകണം. കൊലോസി ലേഖനത്തിലൂടെ പൗലോസ് പറയാണ്, ഇനി ഭൂമിയിലുള്ളതല്ല, നീ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതുകൊണ്ട് ഉയരത്തിലുള്ളത് തന്നെ ആഗ്രഹിക്കുകയും ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും ചെയ്യുക. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും ചെയ്താൽ നിന്റെ അകത്ത് അറിയാതെ ദൈവരാജ്യം വെളിപ്പെടുകയാണ്. എത്ര പേർക്കറിയാം? നിന്റെ അകത്താണ് ദൈവശക്തിയാൽ ദൈവരാജ്യം ക്രിയേറ്റഡ് ആകാം. പൗലോസിന്റെ അകത്താണ് ദൈവരാജ്യം ഉണ്ടായത്. തൻ്റെ അകത്തുണ്ടായ ദൈവരാജ്യത്തെ ഭൂഖണ്ഡങ്ങൾക്കകത്തേക്ക്, സംസ്ഥാനങ്ങൾക്കകത്തേക്ക്, രാജ്യങ്ങൾക്കകത്തേക്ക് താൻ മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇന്ന് പകല് അകത്തുള്ള മനുഷ്യനെ ബലപ്പെടുത്തുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ പട്ടണത്തെ ദൈവരാജ്യമാക്കി മാറ്റാനുള്ളത് നിന്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വെളിപ്പെടാൻ പോകുക. വാക്ക് പറഞ്ഞ് നിർത്തുക. കണ്ണുകൾ അടച്ച ഒരു നിമിഷം ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. എന്നോടൊപ്പം ആ വാക്യം ഒന്ന് പറഞ്ഞ് പ്രസംഗിച്ച് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അടുത്ത ആഴ്ച ഞാൻ ഈ വിഷയത്തെ തുടരും. ഹല്ലേലൂയ. ഒന്നുകൂടെ ഈ വാക്കിനെ കയറി പിടിക്കുക. ചോദിക്കുന്നതിലും, എന്നോടൊപ്പം പറഞ്ഞാട്ടെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. അതെ, നിന്നിലൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്, നിന്നിലൊരു ദൈവകൃപയുണ്ട്. ആ ദൈവശക്തിയുടെ യഥാർത്ഥ പ്രദർശനമായി നിങ്ങളുടെ ലൈഫ് മാറട്ടെ. ആ ദൈവശക്തിയുടെ യഥാർത്ഥ നിലവാരത്തിലേക്ക് നിങ്ങൾ വളരട്ടെ. പൗലോസ് പറയാണ്, ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു, അതുകൊണ്ട് അതിനായി വ്യാപരിക്കുന്ന ദൈവശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടുന്നു. അതെ, കഴിവിനൊത്തവണ്ണമല്ല, പ്രാപ്തിക്കൊത്തവണ്ണമല്ല, വിദ്യാഭ്യാസത്തിനൊത്തവണ്ണമല്ല, യോഗ്യതക്കൊത്തവണ്ണമല്ല, ഹല്ലേലൂയ, സമ്പത്തിനൊത്തവണ്ണമല്ല, ഈ ആൾബലത്തിനൊത്തവണ്ണമല്ല. ഒറ്റയ്ക്കായിരുന്നാലും കൂട്ടത്തിനകത്തായിരുന്നാലും നീ യുദ്ധം ചെയ്യേണ്ടത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാലാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഹല്ലേലൂയ, എനിക്ക് ഈ പടച്ചട്ട വേണ്ട, ശൗലേ നീ തന്ന ആയുധം എനിക്ക് വേണ്ട, എനിക്കുള്ളത് എൻ്റെ അകത്തിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കത് മനസ്സിലാക്കി തന്നതെന്നറിയാമോ? എൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിക്കാൻ ഒരു സിംഹം കയറി വന്നു. എൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിക്കാൻ ഒരു കരടി കയറി വന്നപ്പോൾ എൻ്റെ
കൈ അറിയാതെ അതിനെ വലിച്ചു കീറിക്കളഞ്ഞു. അവിടെ എൻ്റെ അഭിഷേകത്തെ പ്രൂവ് ചെയ്തൊരു ദൈവമുണ്ട്. ഈ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഗോലിയാത്തിനെ നേരിടാൻ നിന്റെ പടച്ചട്ടയോ വാളും എനിക്ക് ആവശ്യമില്ല. ദൈവം എനിക്ക് തന്ന അഭിഷേകം മതി. പകല് കയറി വരിക. നിന്നെ യുദ്ധക്കളത്തിനകത്തേക്ക് ദൈവം നിർത്തും. ഹല്ലേലൂയ. എന്തിനാണെന്നറിയോ? വെല്ലുവിളിച്ച് നിൽക്കുന്ന ഈ ദേശത്തിൻ്റെ വ്യാപാരങ്ങളെ വെട്ടാനുള്ള അഭിഷേകം നിന്റെ അകത്ത് തന്നിട്ടുണ്ടെന്ന് നീ തിരിച്ചറിയാൻ ഇന്ന് പകൽ ആ ദൂത നിന്നോട് ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, നിനക്ക് നഷ്ടപ്പെട്ട പ്രവേശനത്തിന് നിനക്ക് ലഭിച്ചിട്ടുണ്ട്, ആരോഗ്യം നിനക്ക് ലഭിച്ചിട്ടുണ്ട്, ധൈര്യം നിനക്ക് ലഭിച്ചിട്ടുണ്ട്, എല്ലാ അതോറിറ്റിയുടെ റിസ്റ്റോറേഷൻ സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിൽ നീ ശക്തിപ്പെടുക. എന്തിനാ? നീ ഒരു പോരാട്ടത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. നീ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നവൻ നിന്റെ ഉള്ളിലിരിപ്പുണ്ട്. ഞാനൊരു കാര്യം പറയുന്നു, അവനാൽ ചിലത് പറയുക. നിന്റെ ഉള്ളിലിരിക്കുന്ന വ്യാപാര ശക്തിയാൽ ചിലതിൽ പറയുക, ആ വ്യാപാര ശക്തിയാൽ ചിലത് ചെയ്യുക. പൗലോസ് ഇത് ഒന്നാമത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. അതെ, ഹല്ലേലൂയ. ഈ രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ആ വാക്കിനെ ഞാൻ ഇങ്ങനെ പറയും, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് നീ അറിവില്ലാതിരിക്കരുത്. നീ പ്രാർത്ഥിക്കാൻ നിനക്ക് ഈ പ്രവേശനം ലഭിച്ചപ്പോൾ, നിനക്ക് ഈ ധൈര്യം വെളിപ്പെട്ടപ്പോൾ, നിനക്ക് ഈ റെസ്റ്റോറേഷൻ സംഭവിക്കുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്നൊരു ദൈവശക്തി വ്യാപരിക്കുന്നു നിന്റെ കരങ്ങളിലൂടെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് സുവിശേഷത്തിന് വേണ്ടി നിങ്ങളെ ദൈവം റിസ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ഈ ആഴ്ച പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ റിസ്റ്റോർ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രാർത്ഥനകൾക്കകത്തൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. അതെ, ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു ആ ശുശ്രൂഷകൾക്ക് വേണ്ടി. കയറി നിൽക്കാൻ പറ്റുന്നവരോട് ഞാൻ പറയുന്നു, ആത്മാവിൽ കയറി നിൽക്ക്. ഹല്ലേലൂയ. നിനക്ക് ചിലരോട് പറയാനും, ചിലത് പറയുമ്പോൾ ആ ദൈവരാജ്യത്തെ വെളിപ്പെടുത്താനും കർത്താവ് ആഗ്രഹിക്കുന്നു. അതെ, ഒരാളെ കണ്ടാൽ ഇനി പ്രാർത്ഥിക്കാതെ വിടരുത്. ഒരാളോട് കണ്ടാൽ ഇനി സുവിശേഷം പറയാതെ വിടരുത്. ഒരാളോട് യേശുവിനെ പറ്റി പറയാതെ വിടരുത്. നിന്റെ കൂട്ടുകാരനോട് യേശുവിനെ കൊടുക്കാതെ വിടരുത്. ഇന്ന് പകൽ നിന്റെ മേൽ ഇത് അനുഗ്രഹമായി വ്യാപരിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് പകൽ ഈ കുടുംബത്തേക്ക് അനുഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിനൊരു പേര് ദൈവം നൽകാൻ പോവുകയാണ്. നിനക്കൊരു പേര് ദൈവം നൽകാൻ പോവുകയാണ്. എന്താ? ഈ അഭിഷേകത്താൽ നിനക്കൊരു പേര്, ഈ അധികാരത്താൽ നിനക്കൊരു പേര് ഈ ക്രിസ്തുവിൽ വെളിപ്പെട്ട് വരട്ടെ. നിന്റെ കുടുംബത്തിനൊരു പേര് വരാൻ പോകുന്നു. ഇന്ന് വരെ ഒരു ലോക്കൽ അവസ്ഥയിൽ നിന്റെ കുടുംബത്തിൻ്റെ പേര് നിൽക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ അതിനെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുകയാണ്. സമ്പത്തിൽ, അധികാരത്തിൽ, ആരോഗ്യത്തിൽ ഒരു വലിയ പേര് നിന്റെ വീടിന് വരിക. പിടിക്കാൻ പറ്റുന്നവരൊക്കെ പിടിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കൊന്നും പേര് പോലും ഇല്ല. എവിടേക്കോ നീ കടക്കുകയാണ്. അവിടെ നിന്നോട് ഞാൻ പറയുന്നു, നിന്നാൽ ഒരു പേര് ലഭിക്കാൻ പോവുക. നിന്നാലൊരു പേര്, നിന്നാലൊരു പേര്, നിന്നാലൊരു പേര്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാൽ നിന്റെ കുടുംബത്തിനൊരു പേര് ദൈവം തരാൻ പോകുന്നു. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ വചനത്തെ ഇവരുടെ അകത്തേക്ക് അയച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട വാക്കുകളെ ഞാൻ ഇവരുടെ അകത്ത് എഴുതുകയാണ്. ഈ വിടുതൽ